ഹായ് സ്റ്റുഡൻസ്, നിങ്ങളെല്ലാവരും എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ടൈറ്റിലും ആ ചാപ്റ്ററിൻ്റെ പ്രത്യേകതകളും. അതിൽ ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് ഭാഗത്തു നിന്നാണൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ പറഞ്ഞു നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കൺട്രോൾ സ്ട്രക്ചർ എന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവും. കൺട്രോൾ സ്ട്രക്ചേഴ്സ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൺട്രോൾ സ്ട്രക്ചേഴ്സ് എന്നല്ല, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ്. ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിന് പറയുന്ന വേറൊരു പേരാണെന്ത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ്. എനിവേ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ C++ എന്ന് പറയുന്ന ഭാഗത്ത്, +1 C++ എന്ന് പറയുന്ന ഭാഗത്ത് 7ാമത്തെ ചാപ്റ്ററിൽ ആ ചാപ്റ്ററിൻ്റെ ടൈറ്റിലാണെന്ത്? കൺട്രോൾ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് നമുക്കറിയാം ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അതേപോലെ തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിലെ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഓരോ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനൊരു പ്രോഗ്രാം കോഡിൻ്റെ ചെറിയൊരു സെഗ്മെൻറ്റ് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാം കോഡിൻ്റെ ഒരു ചെറിയൊരു സെഗ്മെൻറ്റ്. ഇതിപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ഇത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ പ്രോഗ്രാം കോഡിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇതിലത്തെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിനും ഓരോരോ പർപ്പസ് ഉണ്ട്. അതിലിവിടെ നമ്മളിനി ഇതൊക്കെ നമ്മൾ പറഞ്ഞത് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഉപയോഗങ്ങളും, ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ +1 ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ +1 തന്നെയുള്ള സെക്ഷൻ തന്നെയാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ സെക്ഷനാണ് ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്ന സെക്ഷൻ. അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം എന്താണെന്നാണ് നമുക്കിനി ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? അപ്പോൾ ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം നമ്മുടെ പ്രോഗ്രാം കോഡ് എക്സിക്യൂഷനെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ടായിരിക്കണം. പ്രോഗ്രാം കോഡ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്? നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ബേസിക്കലി 3 ടൈപ്പിലുള്ള എക്സിക്യൂഷൻസ് ഉണ്ട്. ആ എക്സിക്യൂഷൻ, ഒന്നാമത്തെ എക്സിക്യൂഷനാണ് സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. രണ്ടാമത്തെ എക്സിക്യൂഷനാണ് സെലക്റ്റീവ് എക്സിക്യൂഷൻ. മൂന്നാമത്തെ എക്സിക്യൂഷനാണ് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. ഇങ്ങനെ 3 ടൈപ്പ് എക്സിക്യൂഷനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൽ ഈ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ്റെ പ്രത്യേകത ഇതാണ്. നോർമൽ എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഡീഫാൾട്ട് എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രോഗ്രാം കോഡ് എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേ ഓർഡറിൽ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇതാണ് പ്രോഗ്രാം കോഡ് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, അത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം കൺട്രോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്ന് ആ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ എഴുതിയ ഓർഡറിൽ അങ്ങ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ എക്സിക്യൂഷനാണ് ഏത്? സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഇതാണ് നമ്മളെ പ്രോഗ്രാമിൽ സാധാരണയായി നടക്കുന്ന എക്സിക്യൂഷൻ. അതുകൊണ്ടാണ് അതിനെ നോർമൽ എക്സിക്യൂഷൻ എന്നും അല്ലെങ്കിൽ ഡീഫാൾട്ട് എക്സിക്യൂഷൻ എന്നും പറയുന്നത്. പക്ഷെ നമ്മളെ പ്രോഗ്രാം കോഡിൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ എക്സിക്യൂഷൻ മാത്രം മതിയാവില്ല. ചിലപ്പോൾ ഏത് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും? സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിലോ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഇത് രണ്ടും ചിലപ്പം വേണ്ടി വരും. സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും ഒരുമിച്ച് കൊടുക്കേണ്ടി വരും. എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഏതാണ്? സീക്വൻഷ്യൽ എക്സിക്യൂഷൻ ആണ് നോർമൽ. സാധാരണ രീതിയിൽ അതേ നടക്കുകയുള്ളൂ. ഇനി ബാക്കി രണ്ടും, സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും നടക്കണമെങ്കിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് നമ്മൾ നടത്തിക്കണം പ്രോഗ്രാം കോഡിൽ. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ഇത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് എക്സിക്യൂഷനും ഐട്രേറ്റീവ് എക്സിക്യൂഷനും നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഉപയോഗിക്കാൻ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ വിധത്തിൽ പറയാം. എന്താ? ഇതാണല്ലോ നോർമൽ എക്സിക്യൂഷൻ. ഈ നോർമൽ എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്.
നോർമൽ എക്സിക്യൂഷൻ എന്ന് പറയുമ്പോൾ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ. ഇതാണ് സാധാരണ നടക്കുന്ന എക്സിക്യൂഷൻ. നമ്മൾ പ്രോഗ്രാം കോഡ് എഴുതിയിട്ട് ജസ്റ്റ് ഒന്നും ചെയ്യാതെ നമ്മൾ പ്രോഗ്രാം കോഡ് 1000 ലൈൻ കോഡിംഗ് ഉണ്ടെന്ന് അസ്യൂം ചെയ്യാം. 1000 ലൈൻ കോഡിംഗ് നമ്മൾ കോഡ് എഴുതി ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അത് ഒന്നാമത്തെ ലൈൻ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും, രണ്ടാമത്തെ, മൂന്നാമത്തെ, അങ്ങനെ 1000 ലൈനും ചെയ്യും. അങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ആ എഴുതിയ ഓർഡറിലങ്ങ് എക്സിക്യൂട്ട് ചെയ്യും. അതേ ചെയ്യുള്ളൂ. പക്ഷേ നമ്മളെ പ്രോഗ്രാമിൽ എന്ത് വേണ്ടി വരും? ചിലപ്പം സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിലോ ഐറ്ററേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരും. ഇത് രണ്ടും സ്വയം നടക്കില്ല, അത് നമ്മൾ നടത്തണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പിലുള്ള ഡെഫിനിഷനാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് പറഞ്ഞാൽ എന്താ? സെലക്റ്റീവ് എക്സിക്യൂഷനും ഐറ്ററേറ്റീവ് എക്സിക്യൂഷനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്? കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ ഡെഫിനിഷൻ എന്താ? നോർമൽ എക്സിക്യൂഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, ആൾട്ടർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ടൈപ്പിലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ C++ലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ നമുക്ക് 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്യാം. 2 ടൈപ്പിലുള്ള എക്സിക്യൂഷൻ അല്ലേ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ, C++ലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിനെ 2 സെക്ഷനാക്കി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. 2 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഒന്നാമത്തെ സെക്ഷന് പറയുന്ന ഒരു പേരാണെന്ത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് വേറൊരു പേര് പറയുന്നുണ്ട്, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. C++ലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അതിന് പറയുന്ന വേറൊരു പേരാണെന്ത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലെ C++ലുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ രണ്ടാമത്തെ പാർട്ടാണ് രണ്ടാമത്തെ ഭാഗമാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ പറയുന്ന വേറൊരു പേരാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ 2 ടൈപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിലുള്ളത്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റിലുള്ളത് C++ൽ. അപ്പോൾ ഈ പേരും തന്നെ ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരും തന്നെ, അതേപോലെ തന്നെ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള പേരും തന്നെ നമുക്ക് ഇതിൻ്റെ പർപ്പസ്, ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാൻ പറ്റും. നമുക്കറിയാൻ പറ്റും സെലക്റ്റീവ് എക്സിക്യൂഷൻ എന്ന് പറയുന്നൊരു എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞു. രണ്ടാമത്തത് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ എന്ന് പറയുന്നൊരു എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞു, ഐട്രേറ്റീവ് എക്സിക്യൂഷൻ. അപ്പോൾ ഈ സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി നമ്മൾ നമ്മുടെ പ്രോഗ്രാം കോഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന വേറൊരു പേരാണെന്ത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പേരിലാണ് ടെക്സ്റ്റ് ബുക്കിൽ കോമൺ ആയിട്ടുള്ളത്, ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റിന് പറയുന്ന വേറൊരു പേരാണെന്ത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ പേരാണ് കോമൺ ആയിട്ട് കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും അതേപോലെ ഇവിടെ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ പേര് പറയാനുള്ള കാരണം എന്താ? ഈ പേരും കൂടെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാരണം എന്താ? ഈ പേരിന്ന് നമുക്ക് അതിൻ്റെ പർപ്പസ് ഗസ് ചെയ്യാൻ പറ്റും. ഈ പേരിന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ എന്താ? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടി നമ്മളെ പ്രോഗ്രാമിൽ സെലക്റ്റീവ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ ഐട്രേറ്റീവ് എക്സിക്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾക്കറിയാൻ പറ്റും എന്താണ് സെലക്റ്റീവ് എക്സിക്യൂഷൻ, എന്താണ് ഐട്രേറ്റീവ് എക്സിക്യൂഷൻ എന്ന് നമ്മൾ +1 ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് C++ലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ ഏതൊക്കെയാണ്. ഇവിടെ ഇനി സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. C++ലുള്ള സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സുകൾ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സുകൾ 2 ഉണ്ട്. അതിലൊന്ന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റാണ്, രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് C++ലുള്ള ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ 2 സെക്ഷനാക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 2 കാറ്റഗറി ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, രണ്ടാമത്തത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഈഫ് സ്റ്റേറ്റ്മെൻറ്റും ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നാൽ, ഐട്രേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വന്നാൽ ഇവിടെ 3 ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒന്ന് വൈൽ ലൂപ്പ്, രണ്ടാമത്തത് ഫോർ ലൂപ്പ്, മൂന്നാമത്തത് ഡു വൈൽ ലൂപ്പ്.
ഇങ്ങനെ 3 കാറ്റഗറിയാണ് ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ. വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പുണ്ട്, ഫോർ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പുണ്ട്, ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു ലൂപ്പുണ്ട്. എവിടെ? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൽ. അപ്പോൾ ഈ വൈൽ ലൂപ്പും ഫോർ ലൂപ്പും ഡു വൈൽ ലൂപ്പും എന്തിനു വേണ്ടിയിട്ടാണ്? ഐട്രേറ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ്. അതേപോലെ തന്നെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റും എന്തിനു വേണ്ടിയിട്ടാണ്? സെലക്റ്റീവ് എക്സിക്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ 1 by 1 ആയിട്ട് എന്താണ് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്, എന്താണ് വൈൽ ലൂപ്പ്, എന്താണ് ഫോർ ലൂപ്പ്, എന്താണ് ഡു വൈൽ ലൂപ്പ് എന്നാണ് നമുക്കിനി ഡിസ്കസ്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ബോറടിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്താ? ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വളരെ സ്യൂട്ടബിൾ എക്സാമ്പിൾ ഉപയോഗിച്ച് ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകളും നമ്മൾ 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാനിതിവിടെ വീണ്ടും ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്താ? നമുക്കിനി പുതുതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള മുഴുവൻ സെക്ഷനിലും ഏത് ലൂപ്പിൻ്റെ ആവശ്യമുണ്ട്? വൈൽ ലൂപ്പോ ഫോർ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ട്. 99% അതിലേറ്റവും കൂടുതൽ ഏതോ ഉപയോഗിക്കുന്നത്? ഫോർ ലൂപ്പാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം വീണ്ടും എടുക്കുന്നത്. അപ്പോൾ ബോറടിക്കുന്നവർ കുറച്ചൊന്ന് ക്ഷമിക്കുക. ഇത് പ്ലസ് 1 മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ, എവിടെയെങ്കിലും ഡൗട്ടുകൾ വന്നവർ ഈ ക്ലാസ് ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. അവരെ ഉദ്ദേശിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് ഇവിടെ വീണ്ടും എടുക്കുക. പക്ഷേ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ 1ാമത്തെ ചാപ്റ്റർ പ്ലസ് 1 ചാപ്റ്റർ ആണെന്ന് കരുതിയിട്ട് നിങ്ങൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യേണ്ട. കാരണം ഈ ചാപ്റ്ററിൽ പബ്ലിക് എക്സാമിന് പ്ലസ് 2 പബ്ലിക് എക്സാമിന് മാർക്ക് വന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു അസൈൻമെൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഈ ചാപ്റ്ററിലുള്ള പ്ലസ് 2 എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തരും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അടുത്ത സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ആരും നെഗ്ലക്റ്റ് ചെയ്യരുത്. പ്ലസ് 1 എക്സാമിന് വരില്ല എന്ന് ആരും വിചാരിക്കേണ്ട. ഇതൊന്നും നല്ല മാർക്കിന് 5 മാർക്കിന് 6 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ വെച്ച് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ക്ലാസ് എന്ത് ചെയ്യുക? ഇത് നിങ്ങൾക്കൊരു റിവിഷൻ്റെ മോഡലിൽ നിങ്ങളിത് എടുക്കണം. കഴിഞ്ഞ ക്ലാസ് മനസ്സിലാക്കാത്തവർ ഇതൊരു വീണ്ടും മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു ക്ലാസ് ആക്കി നിങ്ങളിതിനെ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ആദ്യം നമുക്ക് ഇനി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതോടുകൂടി ഏത് സെക്ഷൻ കഴിഞ്ഞു? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞാലാണ് ഏതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്? ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ഡു വൈൽ ലൂപ്പും. അത് ഏതിലുള്ളതാണ്? ഐട്രേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിലുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇവിടെ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് 4 ടൈപ്പിൽ വരുന്നുണ്ട് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ഓരോന്നും നമുക്ക് 1 by 1 ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഈഫ് എന്നുള്ളത് ഒരു കീവേഡാണ്. C++ലുള്ള കീവേഡാണ്. അപ്പോൾ നമ്മൾ എന്താണ് കീവേഡ് എന്ന് നമുക്കറിയാം. കീവേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു റിസർവ്ഡ് വേർഡാണ്. ചില പ്രത്യേക പർപ്പസിന് വേണ്ടി C++ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള റിസർവ്ഡ് വേർഡ്സിനാണ് എന്തെന്ന് പറയുന്നത്? കീവേഡ്സ് എന്ന് പറയുന്നത്. അതിലൊരു കീവേഡാണ് ഏത്? ഈഫ്. പിന്നെ നിങ്ങൾക്കറിയാം C++ലുള്ള എല്ലാ കീവേഡ്സുകളും ഏത് ലെറ്ററിൽ എഴുതണം? സ്മോൾ ലെറ്ററിൽ എഴുതണം. അപ്പോൾ ഈഫ് എന്ന് എഴുതുമ്പോൾ നമ്മൾ സ്മോൾ ലെറ്ററിൽ തന്നെ എഴുതണം. എന്നാലും അതിൻ്റെ ഉപയോഗം കിട്ടുള്ളൂ. നമ്മളിങ്ങനെ എഴുതിയാൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം കിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എഴുതിയാൽ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം കിട്ടില്ല. അതേപോലെ ഇങ്ങനെ എഴുതിയാലും ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉപയോഗം കിട്ടില്ല. സ്മോൾ ലെറ്ററിലാണ് നമ്മൾ ഈഫ് എന്നുള്ള കീവേഡ് എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് 4 ടൈപ്പിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ ഏത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിലും അവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈഫ് എന്നുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത, ഈഫ് എന്നുള്ള കീവേഡ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ പരാന്തസിസ് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് പരാന്തസിസ് ക്ലോസ് ചെയ്യുക. ഈ പരാന്തസിസിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതണം. ടെസ്റ്റ് എക്സ്പ്രഷൻ ഇതാണ്. നമ്മൾ 4 ടൈപ്പിലുള്ള ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഏത് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിലും ഈഫ് എന്നുള്ള ഈ കീവേഡ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈഫ് എന്ന് എഴുതിയിട്ട് പരാന്തസിസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് എഴുതണം? ടെക്സ്റ്റ് എക്സ്പ്രഷൻ എഴുതണം. അപ്പോൾ എന്താണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ? ടെസ്റ്റ് എക്സ്പ്രഷൻ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കുക റിലേഷണൽ എക്സ്പ്രഷൻ ആണ്. റിലേഷണൽ എക്സ്പ്രഷൻ നമ്മൾ ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനും എന്തായിട്ട് കൊടുക്കാറുണ്ട്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എന്താണ് റിലേഷണൽ എക്സ്പ്രഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ഓപ്പറേഷനാണ് ഏതെന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു, ഈസ് ഈക്വൽ ടു, നോട്ട് ഈസ് ഈക്വൽ ടു, ഈ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയിട്ടുള്ള ഒരു ഓപ്പറേഷൻ. ഫോർ എക്സാമ്പിൾ എക്സ് ലെസ് ദാൻ വൈ, 10 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 10,
20 ഗ്രേറ്റർ ദാൻ 70, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി. ഇതൊക്കെ ഇല്ലേ, ഇതിനെയാണ് നമ്മൾ റിലേഷണൽ ഓപ്പറേഷൻസ് എന്ന് പറയുക. ഈ റിലേഷണൽ ഓപ്പറേഷൻസിനെ പറയുന്ന വേറൊരു പേരാണ് എന്ത്? റിലേഷണൽ എക്സ്പ്രഷൻസ്. ഈ റിലേഷണൽ എക്സ്പ്രഷൻസ് നമ്മൾ എന്തായിട്ട് കൊടുക്കാം? ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ കൊടുക്കുന്നത് ലോജിക്കൽ എക്സ്പ്രഷനാണ്. ലോജിക്കൽ എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാ? ആൻഡ് എന്നുള്ളൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. അതിന് നമ്മൾ സാധാരണ ഡിനോട്ട് ചെയ്യുക 2 ആംപർസൈൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ഓർ എന്നുള്ള ഒരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. അതിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുക പൈപ്പ് ലൈൻ സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ നോട്ട് എന്നുള്ളൊരു ലോജിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. അത് നമ്മൾ സാധാരണ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എഴുതാറുള്ളത്. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് പറഞ്ഞിട്ട് നമ്മൾക്കറിയാം. എന്ന് പറയുമ്പോൾ എന്താ? ആൻഡ് എന്നുള്ള ഓപ്പറേറ്ററും ഓർ എന്നുള്ള ഓപ്പറേറ്ററിൻ്റെ ഉപയോഗം എന്താ? 2 റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാനാണ് ഏത് ഉപയോഗിക്കുന്നത്? ആൻഡ് അല്ലെങ്കിൽ ഓർ ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എഴുതുമ്പോൾ മനസ്സിലാവും. എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആൻഡ് എക്സ് ലെസ് ദാൻ സെഡ്. ഇതൊരു ലോജിക്കൽ എക്സ്പ്രഷനായി മാറി. ഇങ്ങനത്തെ ലോജിക്കൽ എക്സ്പ്രഷൻ നമുക്ക് എവിടെ കൊടുക്കാം? ടെക്സ്റ്റ് എക്സ്പ്രഷനായിട്ട് കൊടുക്കാം. പക്ഷേ അപ്പോൾ ഇത് ഏത് കൊടുത്താലും, റിലേഷണൽ എക്സ്പ്രഷൻ കൊടുത്താലും ലോജിക്കൽ എക്സ്പ്രഷൻ കൊടുത്താലും അതിനൊരു പ്രത്യേകത ഉണ്ട്. റിലേഷണൽ എക്സ്പ്രഷൻ ആണെങ്കിലും വേണ്ടിയില്ല, ലോജിക്കൽ എക്സ്പ്രഷൻ ആണെങ്കിലും വേണ്ടിയില്ല, അതിൻ്റെ ഔട്ട്പുട്ട് ഒന്നല്ലെങ്കിൽ ട്രൂ കിട്ടും, അല്ലെങ്കിൽ ഫാൾസ് കിട്ടും. ഒന്നിൽ ട്രൂ എന്നാണ് വരിക, അല്ലെങ്കിലോ ഫാൾസ് എന്നാണ് വരിക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് എന്താ കിട്ടുക? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഈ 2 ഔട്ട്പുട്ടിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ടേ കിട്ടുള്ളൂ. അപ്പോൾ 4 ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ ഏത് കീവേഡ് വരുന്നുണ്ട്? ഈഫ് എന്നുള്ള കീവേഡ് വരുന്നുണ്ട്. ആ ഈഫ് എന്നുള്ള കീവേഡ് കഴിഞ്ഞാൽ ഉടനെ എന്ത് കൊടുക്കണം? പരാന്തസിസിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് എക്സ്പ്രഷൻ കൊടുക്കണം. പരാന്തസിസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റില്ല, കേളി ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റില്ല. ഏത് ബ്രാക്കറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ? കർവ്ഡ് ബ്രാക്കറ്റേ കൊടുക്കാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ബ്രാക്കറ്റ് കൊടുത്താൽ സിൻടാക്സ് എറർ വരും. സിൻടാക്സ് എററും ലോജിക്കൽ എററും റൺ ടൈം എററും ഇതൊക്കെ എന്നുള്ളത് നമ്മൾ +1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഈഫ് എന്നുള്ള ഈ കീവേഡിൻ്റെ പ്രത്യേകത. ഇനി ഇതിനനുസരിച്ചിട്ടാണ്, ഇതിലുള്ള വാല്യൂവിന് അനുസരിച്ചിട്ടാണ് ഏത് പ്രോഗ്രാം കോഡ് എക്സിക്യൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അടുത്ത സെക്ഷൻ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളിൽ നിങ്ങൾക്ക് വല്ല ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പേഴ്സണലായിട്ട് വാട്സപ്പിലൂടെയോ മറ്റുള്ള വേറെ ഏതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതൊരു പുതിയൊരു സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ഫേസ് ടു ഫേസ് ക്ലാസ്സിനോട് ഒരു കിടപിടിക്കാൻ പറ്റുന്നൊരു ക്ലാസ് അല്ല ഇത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞങ്ങൾ ഈ ക്ലാസ്സിൻ്റെ നമ്മൾ ഈ ടീച്ചിങ് മെത്തേഡിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് നിങ്ങൾക്ക് നേരിട്ട് ഞങ്ങളോട് പറയാം. അതിലെന്തെങ്കിലും മാറ്റം വരുത്തണം നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ, നിങ്ങൾ പുതിയ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളോട് പറയാം. ഞങ്ങളത് പോസിറ്റീവായിട്ട് ഞങ്ങളതിന് എടുക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മറ്റുള്ള അസൈൻമെൻറ്റിലൂടെയോ അതേപോലെ തന്നെ PPTയിലൂടെയോ നമുക്ക് അടുത്ത ക്ലാസ്സുകളും അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെക്ഷനൊക്കെ നമുക്ക് തുടങ്ങാം.